ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. Bye.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ചേർന്ന് പാടിക്കുക എല്ലാവരും. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യം കേട്ടു കേട്ടു ശിക്ഷയാകല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ഉപമകളാണ് നാം പഠിച്ചു വരുന്നത്. അതെനിക്ക് പറയാൻ വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ നാവിൽ കൂടിയാണ് വരുന്നതെങ്കിലും ആര് പറഞ്ഞത് അത് പറയുമ്പോൾ എൻ്റെ ഉള്ളം ത്രസിക്കും. എൻ്റെ പ്രാണപ്രിയനായി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് അടർന്നു വന്ന വാക്കുകളാണ് നിങ്ങൾ വായിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ഉപമകൾ ശിഷ്യന്മാർ പറഞ്ഞതല്ല, അതിനെന്തെങ്കിലും കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാവിൽ നടന്നു വീണതായ ശബ്ദം ഉപമകൾ. പുളിച്ച മാവിൻ്റെ ഉപമ വേദപുസ്തകത്തിൽ രണ്ടിടത്താണ് പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാമത്തെ വാക്യം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം ലൂക്കോസിന്റെ സുവിശേഷം അത് തന്നെയാണ് പറയുന്നത്. 13-ാം അധ്യായത്തിന് 20-21. പിന്നെ അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. ദൈവരാജ്യം മറ്റു സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്വർഗരാജ്യത്തിൻ്റെ ഉപമ ദൈവനാമം മഹത്വപ്പെടും. നിങ്ങൾക്ക് ഈ പുളിച്ച മാവെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? കർത്താവായ യേശുക്രിസ്തു അത് പറയുമ്പോൾ ഒരടുക്കള മണമുള്ളതായ ഒരു ഉപമയാണത്. അത്യന്തം ഹൃദയകാരിയായ അടുക്കള മണമുള്ളതായ എന്ന് പറഞ്ഞ് ദൈനംദിനം കാണുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അപ്പം ചൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മളിവിടെ കഞ്ഞി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ആ യഹൂദന്മാരുടെ ഇടയിൽ, ആ പാലസ്തീൻ നാട്ടിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചുറ്റും നിൽക്കുന്നവർ എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ്. തലേ ദിവസം ഗോതമ്പ് പൊടിയെടുത്ത് വെള്ളത്തിൽ പയ്യൊന്ന് ഒരു മാവുണ്ടാക്കി, ഡഫ് എന്ന് പറയും, DOUGH, പിണ്ടം, LUMP. അതെന്ന് മാവ് കുഴച്ച് വയ്ക്കുക. അത് കുഴച്ച് വയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചേർക്കും? അല്പം പുളിപ്പ് ചേർക്കും. പുളിപ്പ്, ലീവൻ, LEAVEN, ലീവൻ. ദൈവമക്കളെ, പുളിപ്പ് ചേർക്കുന്ന ഈസ്റ്റ്. അതൊരു പുളിപ്പ്. ആ പുളിപ്പ് ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് തലേ ദിവസം കുഴച്ച് അങ്ങോട്ട് ചേർത്ത് അങ്ങനെ വയ്ക്കും. ഒന്നുമില്ല അരി ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അവിടെയൊക്കെ ഗോതമ്പാണ്. പിറ്റേ ദിവസം അത് കഴിയുമ്പോഴേക്കും അതല്പം പൊങ്ങി വരും. അപ്പം ചൂടാൻ യേശുക്രിസ്തുവൊക്കെ കന്യാമറിയം ചെയ്യുന്നത് ഡെയിലി കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ പുളിപ്പ് എന്ന് പറയുന്നത് ആ പിണ്ടത്തോട് ചേർക്കുമ്പോൾ ഒന്നുമില്ലേ അരിപ്പൊടി കുഴച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് കുഴച്ചതായിരിക്കാം. അതിൻ്റെ പ്രകൃതി മാറ്റും. അതിന് പുളിപ്പ് ചേർക്കണം. ആ പുളിപ്പ് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവാണ്. പുളിച്ച മാവ് എന്ന് പറയുന്ന ക്രൈസ്റ്റ് ഹിംസെൽഫ്. അത്ര നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. വേറെ ചിന്താക്കുഴപ്പമൊന്നും വേണ്ട. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസ് 17:21 വായിച്ച്. ആരുടെ ഇടയിലുള്ളത്? കർത്താവായ യേശുക്രിസ്തു കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം എവിടെയുണ്ടോ അതാണ് ദൈവരാജ്യം. ദൈവം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. വായിച്ചേ, ലൂക്കോസ് 17:21. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്, അപ്പൊ ദൈവരാജ്യം സ്വർഗരാജ്യത്തേക്ക് പറയും. അയ്യോ, അത് എപ്പോഴാണ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരണേ? അതെപ്പോഴാണ്? അതൊക്കെ മരണത്തിനൊക്കെ ശേഷമുള്ളതായ കാര്യമല്ലേ? എപ്പോഴാണ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നതെന്ന് പാവപ്പെട്ട ശിഷ്യന്മാർ ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്.
യേശു നിങ്ങളുടെ ഇടയിലുണ്ട്. അതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗരാജ്യം യേശു തന്നെയാണ്. യേശുവിൻ്റെ സാന്നിധ്യമാണ്. ദി വെരി പ്രസൻസ് ഓഫ് ഗോഡ്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ദൈവരാജ്യമാകാം ദൈവമക്കളെ. അതേ സമയത്ത് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചേ. ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്, സ്വർഗമാണ്, സ്വർഗരാജ്യമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ പുളിച്ച മാവ് എന്ന് പറയുന്നത് ഇവിടെ യേശു ക്രിസ്തുവാണ്, സ്വർഗമാണ്, ദൈവ സാന്നിധ്യമാണ്. എന്നാൽ ഈ പുളിച്ച മാവ് ഒരു ബാഡ് ഇൻഫ്ലുവൻസ്, പുളിപ്പ്, യഹൂദ ചിന്തയിൽ ദോഷത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ബാഡ് ഇൻഫ്ലുവൻസ്, ഒരു ചീത്ത വസ്തു, അങ്ങനെ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്നിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. മത്തായി 16:6 വായിച്ച്. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അന്ധവിശ്വാസം, അബദ്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന പരീശന്മാരുണ്ട്, സാധുക്യരുണ്ട്. അവരുടെ ആ ഉപദേശം തിന്മയിലേക്ക് നയിക്കുന്ന പുളിപ്പാണ്. ദാറ്റ്സ് ദ ബാഡ് ഇൻഫ്ലുവൻസ്. അതിൻ്റെ തന്നെ 16-ാം അധ്യായത്തിൻ്റെ തന്നെ 11-12 വാക്യങ്ങൾ വായിച്ച് 11-12. പരീശന്മാരുടെയും സദുക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളണമെന്ന് പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ചമാവിനെ സൂക്ഷിച്ചുകൊള്ളണം. അടുത്ത വാക്യം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല, അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തതെന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല, പരീശന്മാരുടെയും സാധുക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് അവൻ പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചു. മനസ്സിലായോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പുളിച്ചമാവ് ദുരുപദേശമാണ്. പാപം എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, പ്രേമം എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, മദ്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് കുടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. മത്തരായി നടക്കാതിരുന്നാൽ മാത്രം മതി. ചെറിയ കോപത്തിനൊന്നും സാരമില്ല. അതൊരു പുളിപ്പാണ്, മനുഷ്യനെ ചീത്തയാക്കുന്നതായ ഒരു ബാഡ് ഇൻഫ്ലുവൻസാണ്, ഒരു ദുരുപദേശങ്ങളാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുളിപ്പ് എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകമായി യേശുക്രിസ്തുവായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ അത് തിന്മയുടെ പ്രതീകമായിട്ട് ചിലയിടത്ത് പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ അത് തന്നെ പറയുന്നു. ലൂക്കോസ് 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ. കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവമക്കളെ, കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ പുളിച്ച മാവിനെ കപടഭക്തിയോടാണ്. ആദ്യം ദുരുപദേശമാണ്, ഇപ്പോൾ കപടഭക്തിയാണ്, പുറമെ കാണിക്കുന്ന ഭക്തി. എനിക്ക് കുട്ടികളോട് വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഒരഭിനയ ജീവിതമായിരിക്കരുത്. നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കണം, നാടകമായിരിക്കരുത്. അകത്തില്ലാത്തത് പുറത്ത് കാണിക്കരുത്. അകത്തില്ലാത്ത സ്നേഹം പുറത്ത് വെറുതെ ചിരിച്ച് കാണിക്കരുത്. വാസ്തവത്തിൽ ചെന്നായാണ്, പക്ഷെ ആട്ടിൻകുട്ടിയെ പോലെ നടക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസമില്ല, പക്ഷെ ഭക്തിയുടെ വേഷം ധരിക്കും. അത് പുളിച്ചമാവാണ്, കപടഭക്തി. ഈ ഉപമയിൽ പുളിച്ചമാവ് എന്ന് പറയുന്ന ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്, നന്മയുടെ പ്രതീകമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ചില സ്ഥലങ്ങളിൽ ഈ പുളിച്ചമാവ് തിന്മയുടെ പ്രതീകമായി, ബാഡ് ഇൻഫ്ലുവൻസായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞതായ ആ ഉപമയിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഉപമ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥം മനസ്സിലായില്ലേ? കുറച്ച് മാവെടുത്ത് കുഴച്ച് വെച്ചു, അതിനകത്തേക്ക് പുളിപ്പ് ചേർത്ത് പിറ്റേ ദിവസം അപ്പം ചൂടാൻ തക്കവണ്ണം നന്നായിട്ട് പൊങ്ങി വന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഉപമയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതായ കാര്യം, എന്തോരം വേണം പുളിപ്പ്, ഈസ്റ്റ് എന്തോരം വേണം. ഒരു വീട്ടിലേക്ക് ഉണ്ടാക്കാനുള്ളതായ അപ്പത്തിന് കുഴച്ച് വെച്ചിട്ട് 1 കപ്പ് മുഴുവൻ വേണോ? ഈസ്റ്റ് കൊണ്ടുവന്ന് ഈ ഒരു നുള്ള് മതി. ആ നുള്ള് ഒന്ന് വെതറിയിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒരു നുള്ള്, ഒരു പാത്രം നിറയെ ഉള്ളതായ ആ പിണ്ടത്തിന്, ഡഫ് അല്ലെങ്കിൽ ലംപ് അല്ലെങ്കിൽ മാവിന് അല്പമേ വേണ്ടൂ. പക്ഷേ
പിറ്റേ ദിവസത്തേക്ക് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും തൃപ്തികരമായി ഭക്ഷിക്കാൻ തക്കവണ്ണമുള്ള അപ്പം ഉണ്ടാക്കാൻ തക്കവണ്ണം അതങ്ങോട്ട് വികസിച്ചു വന്നു. ഒരു വലിയ കാര്യത്തിൻ്റെ ചെറിയ തുടക്കം, ഒരു വലിയ കാര്യത്തിൻ്റെ ചെറിയ തുടക്കം ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി സ്മോളസ്റ്റ് ബിഗിനിങ്. അല്പം പുളിപ്പ് മതി. നിങ്ങളുടെ മനസ്സിനകത്ത് പോകരുത്. പുളിപ്പ് എന്താണ്? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ അങ്ങനെ പറയുന്നുണ്ട് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ. എന്നാൽ അല്പമേ വേണ്ടൂ, അല്പമേ വേണ്ടൂ. എന്നിട്ട് കർത്താവ് വ്യക്തമായിട്ട് പറയാണ് എന്താണത്? അല്ല ഒന്ന് മതി, ഒന്ന് മതി. ദൈവത്തിന് സ്തോത്രം. മറിയ യേശുവിന്റെ കാൽപ്പാത്തുകളായിരിക്കുന്നത്. യേശുവിന്റെ കാൽപ്പാത്തുകളാണ്. അനേക ശിഷ്യന്മാരും ബാക്കി ധാരാളം വിശ്വാസികളുടെ സമൂഹവും ചുറ്റും നിൽക്കുന്നുണ്ട്. പക്ഷേ മറിയ യേശുവിൻ്റെ കാൽക്കൽ മറ്റാരുമില്ല. യേശുവിൻ്റെ മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യേശു മാത്രം. മറിയ, ഈ അല്പം മതി, ഈ നല്ല പങ്ക് മതി നിന്നെ ഒരു വിശുദ്ധിയാക്കി മാറ്റാൻ. രുചിപ്പിക്കുന്ന അല്പം. നമ്മളൊരു പ്ലേറ്റിനകത്ത് മിക്കവാറും നിറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരല്പം ഉപ്പ് ഒന്ന് തളിച്ച് ഇച്ചിരി രുചി കൂട്ടും. ഇനി ആ മർമ്മത്തിലേക്ക് വരാം. എല്ലാവരും കേട്ടെ. ഈ അല്പമാകുന്ന യേശു നിങ്ങളിലുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അല്പമാകുന്ന യേശു നിങ്ങളിലുണ്ടോ മക്കളെ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ മാറും. യേശു ഇല്ലാതെ നടന്നൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ട്. കപടമാകുന്ന പുളിച്ചമാവ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കപടഭക്തി, നല്ല പിള്ള ചവഞ്ഞൊക്കെ നടന്നു. പക്ഷെ എല്ലാ പാപത്തിൻ്റെയും അടിമയായിട്ട് സുഖലോലുപനായി ജീവിച്ചു. വചനം കേട്ടു, സാക്ഷ്യം കേട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഈ പുളിപ്പൻ്റെ അകത്തേക്ക് വരണം, ഈ പുളിപ്പൻ്റെ അകത്തേക്ക് വരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം. എൻ്റെ ജീവിതത്തിൽ ഭാഗ്യനക്ഷത്രം ഉദിച്ചത് ഈ നല്ല അംശമായിരിക്കുന്ന, എൻ്റെ സർവസ്വമായിരിക്കുന്ന യേശു കർത്താവ് ഉള്ളത്തിലേക്ക് വന്ന നാളുകളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളെ മാറ്റിമറിക്കും. യഹോവയിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ഭാവി മാറും. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും. ആ യേശു അകത്തേക്ക് വന്നു കഴിപ്പിക്കും. അവരുടെ കൂമ്പടഞ്ഞതായ ഭാവി തളിർക്കാൻ തുടങ്ങി, പൂക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദി സ്മോളസ്റ്റ് ബിഗിനിങ്, ഒരു വലിയ കാര്യത്തിൻ്റെ ചെറിയ തുടക്കം. ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഉള്ളം കർത്താവിന് വേണ്ടി തുറക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്താണ്? ദ റിഫോർമേഷൻ സ്റ്റാർട്ട്സ് വിത്ത് വൺ പേഴ്സൺ. നിങ്ങൾ ഒരാൾ ഇപ്പോൾ ഇവിടെ വന്നു. വീട്ടിൽ, കൂട്ടായ്മയിൽ, സമൂഹത്തിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഒരു സംഘമുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഒരാൾ ഈ നല്ല പങ്കാവുന്ന യേശുക്രിസ്തു ആവുന്ന പുളിച്ചമാവിന് ഉള്ളത്തിൽ സ്വീകരിച്ച് നിങ്ങൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ അനേകരെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ഇതൊരു തീ ഇങ്ങനെ കത്തിപ്പടരുന്ന പോലെയാണ്. ഉമി ഇങ്ങനെ അതിനകത്ത് ഇച്ചിരി തീ കൊണ്ടുവച്ച് ഇങ്ങനെ കത്തി 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 അങ്ങനെ പടരുന്ന പോലെ. യുവക്കന്മാർ അനേകരെ കർത്താവുകളേക്ക് ആദായപ്പെടുന്നവരായിരിക്കണം. റിഫോർമേഷൻ, രൂപാന്തരം. ദൈവമക്കളെ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വൺ പേഴ്സൺ. നിങ്ങൾക്കറിയാം, ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവത്തിൻ്റെ മക്കളെ കൊല നിശ്വസിച്ചുകൊണ്ട് നടന്നവനാണ്. ദമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് ഈ പുളിച്ചമാകാവുന്ന കർത്താവായ യേശുക്രിസ്തു അവനെ തൊട്ടുണർത്തി. ആ യേശുവിൻ്റെ കാൽക്കൽ ജീവിതം സമർപ്പിച്ചു. ഹൃദയം തുറന്ന് യേശു ആകുന്ന പുളിച്ചമാവ് ദൈവരാജ്യം സ്വീകരിച്ചു. എന്തു വലിയ മാറ്റം വന്നു! എന്തുമാത്രം ആത്മാക്കളെ നേടി! എന്തുമാത്രം നാശയോഗ്യരായിരിക്കുന്നവർ സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ലോക ജീവിതത്തിൽ തന്നെ. നിങ്ങളൊന്ന് ഉണരണം. ഉണർവിൻ്റെ കാറ്റ് നിങ്ങളെ ഒന്ന് ഉണർത്തണം. ഉണർവിൻ്റെ തീ നിങ്ങളിൽ കത്തണം. പ്രേമിച്ചും മദ്യപിച്ചും ബ്ലൂ ഫിലിം കണ്ടും അശുദ്ധമായ കാമവികാരങ്ങൾ മലീമസപ്പെട്ടും ചീത്ത ചെകുത്താൻ്റെ
ആയുധങ്ങളായി ജീവിക്കേണ്ട, നശിക്കേണ്ടവരല്ല നിങ്ങൾ. ദൈവം കണ്ട മക്കളായതുകൊണ്ടാണ് ഇവിടെ വരാൻ സാധിച്ചത്. വ്യക്തിപരമായി നിങ്ങളെ ദൈവം കാണുന്നുണ്ട്. എനിക്കെല്ലാവരും വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ നിങ്ങളെ വ്യക്തമായിട്ട് അറിയാവുന്നതായ എൻ്റെ പൊന്നു കർത്താവ് കണ്ട് സ്നേഹിച്ച് നിങ്ങളെ കൊണ്ടുവന്നതാണ്. ഞാൻ ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു, കർത്താവേ, ഈ വൃത്തികെട്ട ചങ്ക് നിനക്ക് മതിയെങ്കിൽ ഹല്ലേലൂയ, അത് നിനക്ക് വേണ്ടി തുറന്നു തരാൻ എനിക്ക് മനസ്സാണ്. ഞാൻ നല്ലതായതുകൊണ്ടല്ല, എന്നെ നന്നാക്കാൻ നീ കടന്നു വരണമേ. ഞാൻ തികച്ചും ചീത്തയാണ്, കരിക്കട്ടയാണ്. പക്ഷേ ശക്തിയേറിയ കരുത്തുള്ള തീക്കട്ട എന്നെ കത്തിക്കാൻ തുടങ്ങി. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി സ്മോളസ്റ്റ് ബിഗിനിങ്. 2, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വൺ പേഴ്സൺ, മാർട്ടിൻ ലൂതർ. അതുപോലെ ആരെല്ലാം ചെന്നിടത്തെല്ലാം ലോകത്തെ ഇളക്കി മറിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കൊതി നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു കഴുതപ്പുറത്ത് വാഹനമേറി യെരുശലേമിലേക്ക് പോയി ഓശന്നയുടെ നാളിൽ. അതിനകത്തിൽ വാക്യം എഴുതിയിട്ടുണ്ട്, നഗരത്തിൽ കടന്നപ്പോൾ നഗരം ഇളകി. കള്ളു കുടിച്ച് തോന്നിവാസം നടന്നായ ഒരു കൊച്ചൻ ദേ ഇപ്പോൾ ആത്മാവിൻ്റെ തീ കത്തുന്ന സ്നേഹ സ്വഭാവമുള്ള ഒരു ദൈവവചനായി മാറി. ഇന്നാളൊരു കൊച്ചൻ വന്നു. അവൻ പറഞ്ഞു, സാറേ, എന്നെ ആർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ഞാൻ കള്ളനായിരുന്നു സാറേ. ഞാൻ മോഷ്ടിച്ചുള്ളത് സത്യമാണ്, കള്ളനാണ്. ഞാൻ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവനെ സൂക്ഷിച്ചു കൊള്ളണ്ടാവും അതുണ്ടെന്ന്. സാറേ, ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയാണ്, ആർക്കും എന്നെ വേണ്ട, എവിടെ ചെന്ന് കഴിഞ്ഞാലും സത്യം സാറേ, അങ്ങനെയാണ്. അതുപോലെ ചിലർ കാമഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർ. എന്തിനാ നിങ്ങളോട് പറയുന്നറിയാമോ? അവരുടെയൊക്കെ ജീവിതത്തിൽ, മോനെ നീ നിരാശപ്പെടണ്ട, നീ ചാകുമൊന്നും വേണ്ട. കല്ലെറിഞ്ഞത് കൊല്ലാൻ തക്കവണ്ണം പ്രകടമായ വേശ്യാവൃത്തിയിൽ വീണതായ ആ മറിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷിയായി അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറി. ഒരൊറ്റ വ്യക്തി നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പുളിച്ച മാവാകുന്ന യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അങ്ങ് അലിഞ്ഞു കയറട്ടെ. ഞാൻ ഇടയ്ക്കൊക്കെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ആളാണ്. ഞാൻ ആ കുർബാന അനുഭവിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, തിരുശരീര രക്തങ്ങളല്ലേ, അത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. കർത്താവേ, അത് എന്നിലങ്ങ് അലിഞ്ഞു ചേരണം. ഈ വാർദ്ധക്യത്തിൽ എൻ്റെ ഒറ്റ കൊതി നിൻ്റെ ദിവ്യ പ്രകൃതി എന്നിലങ്ങ് അലിഞ്ഞു ചേർന്ന് പ്രകടമാകണം. എന്നിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മരിക്കാനുണ്ട്. സ്വയത്തിനും ജഡത്തിനും തന്നിഷ്ടത്തിനും ലോകത്തിനും ജഡത്തിനും എല്ലാം മരിച്ച് കർത്താവിൻ്റെ ഒരു ഹൃദയപ്രകാരമുള്ള വിനയമുള്ള ആരുമറിയാത്ത ഐ വാണ്ട് ടു ബി എ സീക്രട്ട് സെയിൻറ്റ്. ഞാൻ ഉള്ള നിങ്ങളോട് പറയുകയാണ്, തുറന്നു പറയുകയാണ്, മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാർദ്ധക്യത്തിൽ ആരുമറിയാത്ത രഹസ്യവിശുദ്ധനായി ജീവിച്ച് മരിക്കണം. ഒന്ന്, ഒരു വലിയ കാര്യത്തിൻ്റെ ചെറിയ തുടക്കം, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി സ്മോളസ്റ്റ് ബിഗിനിങ്. 2, റിഫോർമേഷൻ, രൂപാന്തരം, സ്റ്റാർട്ട്സ് വിത്ത് വൺ പേഴ്സൺ, ഒറ്റ ആളിൽ തുടങ്ങണം. നിങ്ങളുടെ വീട് മാറും, നിങ്ങളുടെ ദേശം മാറും. 3, ദി ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദി ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവാകുന്ന പുളിച്ച മാവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. പുളിച്ച മാവാകുന്ന കർത്താവായ യേശുക്രിസ്തു, ആ സ്വർഗരാജ്യമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത ശക്തി. ദി റെവല്യൂഷണറി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം കൂടെ പറയാം. തൈരുണ്ടാക്കണല്ലേ, തൈര് ഏതിൽ നിന്ന് തൈരുണ്ടാക്കണേ? പാലിൽ നിന്ന് തൈരുണ്ടാകും. അതെങ്ങനെ ഉണ്ടാക്കണേ? പാല് സൂക്ഷിച്ച് അവിടെ ചേർന്നാൽ മതിയോ? പിന്നെ എന്ത് ചേർക്കണം? അല്പം തൈരെടുത്ത് അതിലേക്ക് ചേർക്കണം. അല്ലേ, നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ആ തൈരായി പുളിപ്പെന്ന് പറയണേ. ഇനി അത് വെച്ചില്ലെങ്കിലോ പാല് പിരിഞ്ഞ് ചീഞ്ഞ് ദുർഗന്ധമാകും. ആ ഇച്ചിരി പുളിപ്പുള്ളൊരു തൈര് അത് ഇച്ചിരി ഒന്നെടുത്ത് അങ്ങ് ഇളക്കി ചേർത്താൽ മതി. പാല് മുഴുവൻ പിറ്റേ ദിവസത്തേക്ക് നല്ല കട്ട തൈരാണ്. രൂപാന്തരപ്പെട്ടു. ഇനി നിങ്ങളോട് അല്പം കെമിസ്ട്രി ഞാൻ പറയാം. മാവ് കുഴച്ച് വെച്ചു, അതിൻ്റെ രാസഘടനയും
പുളിപ്പ് ചേർത്തതിന് ശേഷം പിറ്റേ ദിവസം ഉണ്ടായതായ പുളിച്ചതായ മാവിൻ്റെയും രാസഘടന മുഴുവൻ വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ മാറി. പച്ചവെള്ളം കർത്താവായ യേശുക്രിസ്തു വീഞ്ഞാക്കി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങളുടെ ആരംഭം അതാണ്. ദി ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദി റെവല്യൂഷണറി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദി ആക്ഷൻ ഓഫ് ദ ലീവൻ. പുളിപ്പിൻ്റെതായ അത്ഭുതകരമായ ശക്തിയുള്ള പ്രവർത്തനം കൊണ്ട് ദി ഡഫ്, ദി ലംപ്, ആ മാവ് എന്തായി തീരും? ബിക്കം സോഫ്റ്റ്, പോറസ് ആൻഡ് പോഞ്ചി. നല്ല പൊങ്ങി വരും, നല്ല പൊങ്ങി വരും. അപ്പം ചൂടാൻ ക്ലിയറായി. എന്ത് വലിയ മാറ്റമാണ് വന്നേ. കർത്താവായ യേശുക്രിസ്തു എന്ന പുളിപ്പകത്ത് വന്നാൽ ദി ട്രാൻസ്ഫോർമേഷൻ ഈസ് ആബ്സല്യൂട്ട്. ഞാൻ പറയുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവാണ് ലോകം കണ്ടിൽ വെച്ച് ഏറ്റവും വലിയതായ വിപ്ലവകാരി. The real Christianity is the most revolutionary thing in this biological world. വായിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇവിടെയും എത്തി. ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ തെസ്സലോനിക്കയിലും എത്തി എന്നാണ് മലയാളത്തിൽ വായിച്ചത്. ഇംഗ്ലീഷ് വായിച്ചേ. Not finding them, they dragged out Jason and some of the other believers and took them before the council instead. Paul and Silas have turned the rest of the world upside down. They have turned the world upside down. Upside down. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് മലയാളത്തിൽ. അത് വ്യക്തമല്ല. They turned the world upside down. ഇപ്പോൾ ഈ വാച്ച് ഇങ്ങനെ ഇരിക്കണേ, ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ആയി. ദൈവമക്കളുടെ ജീവിതത്തിൽ പുളിപ്പാവുന്ന പൊന്നു കർത്താവ് ആ സ്നേഹത്തോടെ വന്നങ്ങ് നിറഞ്ഞ് കരിക്കട്ടങ്ങ് തീ പിടിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നിടത്തെല്ലാം സ്നേഹത്തിൻ്റെ തീ കത്തിപ്പടരും. ദൈവമക്കളെ, നിങ്ങളൊരു 10 പൈസ തരാൻ ഞങ്ങൾ പിരിവ് ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഏത് സഭയിലാ, ഏത് ക്രിസ്തീയ വിഭാഗത്തിലാ ചോദിക്കുന്നില്ലല്ലോ. യേശു ക്രിസ്തുവിനെ നിങ്ങൾ അകത്ത് സ്വീകരിച്ചാൽ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ദി വണ്ടർഫുൾ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നരഭോജികൾ നരസ്നേഹികളായി മാറും. കൊലയാളികൾ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായി മാറും. വ്യഭിചാരിണികൾ കർത്താവായ യേശുക്രിസ്തുവിൻ മണവാട്ടിയായി മാറും. അതേ സമയത്ത് ഞാൻ 4-ാമത്തെ കാര്യം വേഗം പറയട്ടെ. ദി ഡഫ് ഹാസ് നോ പവർ ടു ചേഞ്ച് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? മാവ് കുഴച്ചത് വെറുതെ വച്ചിരുന്നാൽ അതിന് തന്നെത്താൻ രൂപാന്തരം പ്രാപിച്ച് അപ്പം ചൂടാൻ കൊള്ളാവുന്നതായ ഒന്നായി തീരുകയില്ല. എന്ത് ചേരണം? മാവ് ചേരണം. എനിക്ക് തന്നെത്താൻ മാറാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് തന്നെത്താൻ എന്നെ രൂപാന്തരപ്പെടുത്താൻ സാധ്യമല്ല. രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരണം. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇറ്റ് വർക്ക്സ് അൺസീൻ. കർത്താവായ യേശുക്രിസ്തു അകത്ത് കയറിയാൽ അതിൻ്റെ രാസപ്രക്രിയ ആരും കാണുന്നില്ല. പ്രവർത്തനം അഗോചരമാണ്, കാണാൻ വയ്യ. വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു സീ ദി ആക്ഷൻ ഓഫ് ദി ലീവൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അകത്തുള്ളതായ പ്രവർത്തന രീതി എനിക്ക് കാണാൻ വയ്യ, അഗോചരമാണ്. പക്ഷേ പരിണിത ഫലം വന്ന മാറ്റം അത്ഭുതമാണ്. ഇറ്റ് വർക്ക്സ് അൺസീൻ. നിങ്ങളൊരു മാറ്റം വരണം പിള്ളേരെ, രൂപാന്തരം വരണം. ദേശം കാണട്ടെ, മാതൃക്കന്മാർ മാറട്ടെ, കുടുംബം നല്ല സ്വർഗം പോലെ ആയിത്തീരും. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഒരു കാര്യം മാത്രം. കർത്താവേ, ഞാൻ വെറും ഒരു പിണ്ഡമാണ്. അതിങ്ങനെ ഇരുന്ന് ചീഞ്ഞ് അഴുകുന്നുണ്ട്. പാപത്തിൻ്റെ ദുർഗന്ധം എന്നിൽ നിന്ന് വമിക്കുന്നുണ്ട്. എന്നാൽ എത്ര ചീത്തയാണെങ്കിലും നന്ദിയോടെ സ്തോത്രം. വേശ്യാസ്ത്രീയെ മണവാട്ടിയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവം, സ്തേഫാനസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ നേതൃത്വം കൊടുത്ത ശൗലിനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രകൃതിയുള്ള മകനായി മാറ്റാൻ കഴിവുള്ള യേശു, നന്ദിയോടെ സ്തോത്രം.
വലത്ത് ഭാഗത്തെ കള്ളനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ രൂപാന്തരം നൽകി യേശു. നന്ദിയോടെ സ്തോത്രം. അനേക കൂടും പാപികളെ യേശുവിൻ്റെ മണമുള്ള വിശുദ്ധന്മാരാക്കി മാറ്റി യേശു ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൃപയാൽ ഉയർത്തെഴുന്നേറ്റവനായി വന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുളിച്ച മാവിൻ്റെ ദൃഷ്ടാന്തം നീയാണ് ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹൃദയം തുറക്കുക. ഈ പുളിച്ച മാവാകുന്ന യേശു അകത്തേക്ക് കടന്നു വരട്ടെ. അതകത്ത് നിങ്ങൾ അടക്കി വെക്കുക. ആ യേശു നിങ്ങളിൽ അലിഞ്ഞു ചേരട്ടെ. ഹല്ലേലൂയ. മാറ്റം തുടങ്ങും. വലിയൊരു രാസപ്രക്രിയ നടക്കും. നിങ്ങൾ അല്ലാതായി മാറും. നിങ്ങളുടെ ബുദ്ധി പ്രകാശിക്കും. ഹല്ലേലൂയ. ദുർഗന്ധം സുഗന്ധം വീശുന്നതായി മാറും. നിങ്ങൾക്ക് ദിവ്യ പ്രകൃതി കിട്ടും. കോപം മാറും, സ്നേഹം വരും. അഹങ്കാരം മാറും, വിനയം വരും. അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുക. ഇപ്പോൾ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുക. കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. അങ്ങനെയുള്ളവർക്ക് തല വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ കൊണ്ട് വേണം ഇറങ്ങിപ്പോകാനായിട്ട്. ആരെല്ലാം യേശുവിനെ സ്വീകരിച്ചു, ആരെല്ലാം യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടു, അങ്ങനെ യേശുവിനെ അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ സ്വർഗീയ നിമിഷത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ പുളിപ്പുള്ളവരാക്കാൻ, പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ, അപ്പം മറ്റുള്ളവർ രുചിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം കണ്ട് അനേക രുചി അനുഭവിപ്പാൻ തൊക്കോണം, യേശുവിലേക്ക് കടന്നു വരുവാൻ തൊക്കോണം ഞങ്ങളെ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തണമേ. അനുഗ്രഹിക്കണമേ. ഈ മക്കളെല്ലാവരെയും കാക്കണമേ. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. അവർക്ക് നല്ല ഭാവി കൊടുക്കണമേ. സ്വർഗഭണ്ഡാരം തുറന്ന് സർവ്വ നന്മകളായാലും ഇവരെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ.